ഭാവിയോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അതല്ലേ, നിങ്ങൾ ഒരുമിച്ചായിരിക്കും എൻ്റർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ പിന്നെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വാവ വന്നോളും. അല്ല എപ്പോഴാ വരാ? പറഞ്ഞിട്ട് എന്തോടെ വരാണോ ഭാവയോടെ പോവാണോ? എന്തെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഇത് ബീവിത്രമ്മി അല്ല. ഉച്ചയ്ക്ക് പോയ ചേച്ചീനെ ആരും മൈൻഡ് ചെയ്തില്ല. വന്നിരുന്നെങ്കിൽ കുറച്ച് നേരത്തേക്ക് എനിക്ക് ശല്യം ഒഴിവാക്കി കിട്ടിയത്. സാരി അടിച്ചാണ്ട് എപ്പോഴും സാരി 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 കേട്ട് ഞാൻ മടുത്തു. ചേച്ചിക്ക് വന്ന് ചുരിദാർ ലെഹങ്ക ഒന്നും ചേച്ചി പ്രായം കൂടിക്കൂടി വരികയാണ്. എനിക്ക് കണ്ണിനും പ്രായത്തിനും കുഴപ്പമില്ല. ചേച്ചി അല്ലെങ്കിൽ മറ്റേ അല്ലെങ്കിൽ പച്ചയും ചോമലയൊക്കെ എടുത്തോണ്ട് അപ്പൊ നിന്റെ നല്ലതെന്ന് പറയണത് എന്താണ്? നല്ല സെലക്ഷൻ ആണെന്ന് എല്ലാരും പറയാം. എമ്മി ചേച്ചിനൊക്കെ ഒന്ന് ഉപദേശിക്കും. എമ്മി ചേച്ചി എപ്പോഴും ഒരു ചോമലയും മങ്ങിട്ടോണ്ട് വരും. ആണല്ലേ? ഏതൊക്കെ ഉടുക്കും. മറ്റേ ഓറഞ്ചും ഇന്ന് വൈകുന്നേരമാണ് പരിപാടി. ആ ഒരു ബോധമുള്ളത് വളരെ നല്ലതാണ്. ബോധമില്ലാന്ന് എനിക്കറിയാം. ചേച്ചി എനിക്ക് വാങ്ങി തന്നെ. ഇന്ന് ഞാൻ അവർക്ക് വാങ്ങിത്തരാം. പക്ഷെ വീട്ടിൽ കൊണ്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഇതാണ് രമ്യ ചേച്ചി എനിക്ക് വാങ്ങിച്ചു തന്ന എന്താണ് വെഡിങ്സിന്റെ പ്രൗഢ വിവാഹം. അതും കൂടെ പറഞ്ഞു. അതെ അതെ. അപ്പൊ ഇനി മുതൽ ഇനി നമ്മുടെ നിന്റെ ഫാമിലിയിലും പറയണം, നിന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ നിൽക്കുന്നില്ല. സ്വപ്ന വെഡിങ്സ്. ഇതിന്റെ ഒക്കെ ബ്ലൗസ് അപ്പൊ ബ്ലൗസ് പീസ് സെയിം കളർ തന്നെയായിരിക്കും അല്ലേ? നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസസും ഉണ്ടോ? റെഡിമെയ്ഡ് ബ്ലൗസസ് ഉണ്ട്. ഓക്കെ. 3200 ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ സ്വപ്നയിൽ വന്ന ചേച്ചിക്ക് ഇഷ്ടമുള്ള ബഡ്ജറ്റിനനുസരിച്ച് കിട്ടൂന്ന്. ഈ ഡ്രസ്സിൽ നിന്നെക്കാട്ടിലും എന്തായാലും ഭംഗി എന്റെ സാരി എടുത്ത് ഞാൻ ചേച്ചിക്ക് എന്റെ സാരി നോക്കി എന്ത് ഭംഗിയാണെന്ന്. സാരി ആയിട്ടുള്ള ഭംഗി മാത്രമേ ഉള്ളൂ ചേച്ചി. ഞാൻ ഓൾറെഡി ബ്യൂട്ടിഫുൾ ആണ്. അതിന്റെ കൂടെ ഈ ഇവിടുത്തെ ഡ്രസ് ആയപ്പോ ഭയങ്കര ഭംഗി. എന്താ മെഹർ നീ ഈ ലാസ്റ്റ് മിനിറ്റ് വരെ ഇങ്ങനെ ആക്കിയത്? ഷൂട്ടല്ലേ, എനിക്ക് സമയം കിട്ടണ്ടേ. എന്ത് ഷൂട്ട്? നിന്റെ അടുത്ത് എപ്പോ പറഞ്ഞാലും നിനക്ക് ഷൂട്ട് എനിക്കാണെങ്കിൽ സമയം കിട്ടാത്തോണ്ടല്ലേ ചേച്ചി. നിന്റെ അടുത്ത് എപ്പോ എന്ത് പറഞ്ഞാലും എക്സ്ക്യൂസസ്. ഇവിടെ പ്രൗഢ വിവാഹം ഇല്ലേ? ഫസ്റ്റ് ഫ്ലോറാ. എങ്ങനെയാ പോവാ? ഓക്കെ, താങ്ക് യു ചേച്ചി. ഇവിടെ എനിക്ക് ഉറപ്പാണ് ഇവിടെ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് എന്തെങ്കിലും കിട്ടും. എന്തെങ്കിലും കിട്ടിയാ പോരാ, നമുക്ക് നല്ലത് കിട്ടണ്ടേ? ഇനി ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് ഞാനല്ലേ ഉറപ്പ് പറയുന്നത്, എന്തായാലും കിട്ടും. എന്തായാലും ഇനി സാരി ഇനി റെഡിമെയ്ഡ് നീ പറഞ്ഞ പോലെ ബ്ലൗസും കൂടി ഇവിടെ റെഡി ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് അതെ ഇതൊക്കെ കിട്ടണ്ടേ മെഹർ? ഇനി എപ്പോഴാ ഇതൊക്കെ റെഡിയാക്കി എടുക്കണേ? പെട്ടെന്ന് കിട്ടും. നമ്മൾ ഇന്ന് കല്യാണം പൊളിച്ചടക്കും. അതെ കല്യാണം. അതെ എനിക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല സാരിയും കൂടെ കിട്ടിയില്ലെങ്കിലാണ് പിന്നെ ഇനി ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ലെഹങ്ക ഒന്നും പറ്റില്ല. അവൾക്ക് ഇഷ്ടം സാരിയാണ്. നമുക്ക് സാരി മതി. ചേച്ചി ഒരു സാരി അഡിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എല്ലാവർക്കും സാരി തന്നെ കൊടുക്കണം. അവൾക്ക് ഇഷ്ടം സാരിയാണ് ചേച്ചി. പക്ഷെ ലെഹങ്കയാണ് ആ കുട്ടി. ഞാൻ കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള കുട്ടിക്കാണെങ്കിൽ എപ്പോഴും ഇനി കല്യാണം കഴിഞ്ഞ ഓരോ വിരുന്ന് ഓരോ പരിപാടികൾ ഉണ്ടാവും. അപ്പം ലെഹങ്ക ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. പോകുന്ന എല്ലായിടത്തും ലെഹങ്കയാണ് ഇട്ടോണ്ട് പോണത്. അല്ല, ഇനി അവർക്ക് ഇനി കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ തന്നെ സിസ്റ്ററിന് ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ കുട്ടിക്ക് ലെഹങ്ക ഉപയോഗിക്കാലോ. നീ ചോദിച്ചോ ലെഹങ്കയാണ് ഇഷ്ടം? ലെഹങ്കയാണ് ഇഷ്ടം. എനിക്കറിയാം ലെഹങ്കയാണ് ചേച്ചി. എനിക്ക് തോന്നുന്ന സാരി ചേച്ചി ഞാൻ പറയുന്നു ലെഹങ്കയാണ്. നീ പറയുന്ന കേട്ടോണ്ടാണ് ഞാൻ ഇത്രയും അബദ്ധത്തിൽ വന്ന് പെട്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പ് ചെയ്താൽ മതി. ചേച്ചി എന്നെ ഒന്നും കൂടെ വിശ്വസിക്കുക. ഞാൻ ഉറപ്പ് പറയാണ് ലെഹങ്ക നമ്മൾ പൊളിക്കും. നോക്കാം ഇവിടുത്തെ കളക്ഷൻസ് നോക്കാം. ഇനി മുതൽ നിന്നെ ഒരു കാര്യം ഞാൻ ഏൽപ്പിക്കില്ല. മതിയായി നിന്നെ. സോറി പൊക്കോ. മതിയായി എന്റെ മോളെ. താങ്ക് യു. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടാവുണ്ട്, പെട്ടെന്നൊന്ന് കാണിക്കാമോ? എന്താ ഇപ്പത്തെ കാഞ്ചീപുരം ആണോ വേണ്ടത്? കാഞ്ചീപുരം തന്നെ മതി. എങ്ങനെ നിങ്ങളുടെ കുറച്ച് കളക്ഷൻസ് കാണിക്കാമോ? ചേച്ചിയുടെ അധികം പൈസ ഒന്നുമില്ല. അധികം പൈസ ഇല്ലാത്ത എന്തെങ്കിലും അല്ലേ ചേച്ചി അല്ലേ പറഞ്ഞേ? എന്റെ പൈസ ഒക്കെ ഉണ്ട്. നീ കഴിഞ്ഞ ദിവസം എനിക്ക് ബിരിയാണി വാങ്ങി തരാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞ എന്റെ പൈസ ഇല്ലാതല്ലേ? അയ്യോ നിനക്ക് എന്നും ബിരിയാണി വാങ്ങലല്ലേ പരിപാടി. ചേട്ടാ കുറച്ച് ഡീസന്റ് ആയിട്ടല്ലേ ഒരു സാരി കാണിക്കും. ഓക്കെ, ഒന്ന് പെട്ടെന്ന് കാണിക്കാമോ? പിന്നെന്താ, ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് തൊട്ട് കാണിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഇത് പുതിയ ക്ലാസിക് കളക്ഷൻ എന്ന് പറഞ്ഞു വന്ന വെറൈറ്റീസ് ആണ്. എല്ലാം ഓപ്പൺ ചെയ്യണ്ട, ഫുൾ ഓപ്പൺ ചെയ്യണ്ട. കുഴപ്പമില്ല മേഡം. ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് ആണ്. ഇത് ഫുൾ ഗോൾഡൻ ആണ് വന്നിരിക്കുന്നത്. സെൽഫ് ഡിസൈൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ബ്ലൗസ് പീസ് വന്നിട്ട് ഇതിനകത്ത് സെൽഫ് ഡിസൈൻ ചെറിയ വർക്ക് ഉണ്ട് ഇതിനകത്ത്. മുന്താണി പോർഷൻ ആണ് ഇത് വന്നിരിക്കുന്നത്. ബോഡി പാർട്ട് ഫുള്ളി ഇങ്ങനെ ഒരു സെൽഫ് ഡിസൈനിൽ വരും. ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? ഇതിന്റെ പ്രൈസ് വന്നിട്ട് 2590. സാരി നോക്കിയാലോ? എനിക്ക് ലെഹങ്ക മതി. ചേച്ചി ഒരു സാരി എപ്പോഴും സാരി 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 ഞാൻ മടുത്തു. പറയണൊന്ന് കേക്ക്. നീ എല്ലാ പരിപാടിക്കും ലെഹങ്ക ഇടുന്നേ. ഷൂട്ടിനും അതെ, നീ കല്യാണത്തിന് ചുരിദാറല്ലേ ചേച്ചിക്ക് വന്ന് ചുരിദാർ ലെഹങ്ക ഒന്നും ചേച്ചി പ്രായം കൂടിക്കൂടി വരികയാണ്. എനിക്ക് കണ്ണിനും പ്രായത്തിനും കുഴപ്പമില്ല. നിക്ക്
നീ എപ്പോഴും ചുരിദാറും ലെഹങ്ക ഇടണേ. അപ്പൊ ഇവർക്ക് ഈ പ്രൈസ് റേഞ്ചിന് സാരി ഉണ്ടേ നിനക്ക് വന്ന ഒരു സാരി നോക്കിക്കൂടെ എന്നാ ഞാൻ ചോദിക്കണേ. ചേച്ചി ഞാൻ വേണം വാങ്ങിത്തരാം. ഒരു സാരി നോക്കുന്ന ഇന്ന് വൈകുന്നേരം ഇപ്പൊ നമുക്ക് സാരി എടുത്തോണ്ട് പോവാലോ. ഞാൻ കല്യാണത്തിന് ഞാൻ ലെഹങ്ക ഇടുള്ളൂ. ചേച്ചി പക്ഷെ സാരി വാങ്ങി തരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അതുകൊണ്ട് സാരി സാരി കാണിച്ചു തരുമോ? ഇത് ഓപ്പൺ ചെയ്യണ്ട, എല്ലാം ഓപ്പൺ ചെയ്യണ്ട, ജസ്റ്റ് ഇത്രയും ചെയ്താൽ മതി. ഇതിപ്പം വേറൊരു പാറ്റേൺ ആണ് കാണിക്കുന്നത്. ഇത് വേണ്ട, വേറെ കൂടെ കാണിക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. ടിഷ്യൂ ആണ്, ഫുൾ ടിഷ്യൂ വന്നിട്ട് വേറെ കളേഴ്സ് ഉണ്ടോ? വേറെ കളേഴ്സ് ഉണ്ടാവുമല്ലോ. നിനക്ക് ഭയങ്കര ഇഷ്ടല്ലേ ഗ്രീൻ? എന്നാ നീ ഇതിനകത്തുനിന്ന് ഈ ഒരു ടൈപ്പ് ഇതിന് എത്ര 2700 അല്ലേ ഈ കാണിക്കുന്നൊക്കെ? സ്റ്റാർട്ടിങ് വരുന്നത് 2700. കണ്ട ഇതൊന്നും കണ്ട ഈ വില തോന്നുകയില്ല. നല്ല ഇതും ഉണ്ട്. അപ്പൊ നീ ഈ റേഞ്ചിലുള്ള എടുക്കാം. നിനക്കിതോ ഈ ഗ്രീൻ മതി അതോ വേറെ ഗ്രീൻ നോക്കണോ? ഗ്രീൻ ഉണ്ടോ? ആ ഗ്രീനിലേക്ക് എന്താ വില? ഏത് ഗ്രീൻ ആയിരിക്കും ചേച്ചി എനിക്ക് തരാം? ഡാർക്ക് ആണോ ലൈറ്റ്? പറയുന്നതിന്റെ പ്രൈസ് എന്താ? ഇതിന്റെ പ്രൈസ് വന്നിട്ട് 4500. അപ്പൊ നിനക്ക് ചേർന്ന് ഇതാണ്, നീ ഇതെടുത്താ. എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാരി ഭയങ്കര ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞ ചേച്ചി എനിക്ക് വാങ്ങി തരാന്ന് പറഞ്ഞതാ. ഇത് ഡാർക്ക് ഗ്രീനാ, നിനക്ക് ചേരൂല. നിനക്ക് ഈ ഗ്രീൻ മതി. എനിക്ക് ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ചേച്ചി ഇങ്ങനെ പിശുക്കാൻ പാടില്ല. നീ ഇന്ന് വെച്ച് നോക്കിയാ ചേരോ നോക്കട്ടെ. വെച്ചോക്കാം. പക്ഷെ അതല്ല, ഇന്ന് വൈകുന്നേരം നീ ഈ സാരി എടുക്കാനോ? ഇല്ല, ഇത് ഞാൻ എന്തെങ്കിലും ഇന്റർവ്യൂവിന് കൊടുക്കും. എടി കള്ളി, അപ്പൊ ഇന്നത്തേക്ക് നിനക്ക് ലെഹങ്ക ലെഹങ്ക അപ്പുറത്തുനിന്ന് വാങ്ങാലോ. ഈശ്വര, ഇതൊന്ന് വെച്ച് നോക്കട്ടെ. ഞാൻ ഇങ്ങനെയാ വെക്കുക, ഇങ്ങനെയല്ലേ വെക്കുക? ഇങ്ങനെയാണ് വെക്കാനും അറിയില്ല, സാരി ഉടുക്കാനും അറിയില്ല. നിനക്ക് പ്രോ ആയിട്ടുള്ള ചേച്ചിയുള്ളപ്പോ ഇതാണ്. നിനക്ക് ഇത് വേണോ അതോ വേറെ കളർ നോക്കണോ? ഇല്ല, ഇതിന് ഗ്രീൻ നിനക്ക് ഭംഗിയുണ്ട്. ഈ 4000 സംതിങ് റേഞ്ചിൽ വരുന്ന വേറൊരു സാരി ഈ റേഞ്ച് തന്നെ മതി. കുറയ്ക്കണ്ട, കൂടിയാലുള്ളൂ, കുറയ്ക്കണ്ട ഒട്ടും. അപ്പൊ നമുക്ക് ഇത് നോക്കാം. അതൊക്കെ ഏത് റേഞ്ചാ? ഇതൊക്കെ ഇത് തന്നെയായിരിക്കും അല്ലേ? 4 കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. പല്ലു കോൺട്രാസ്റ്റ് വരും, ബ്ലൗസ് പീസും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് വരും. ഗോൾഡൻ വർക്ക് ആണ് വന്നിരിക്കുന്നത്. ഏതാ വേണ്ടേ? ഏതിനാ റേറ്റ് കൂടുതൽ? എന്താ ഇവിടെ എത്ര വില കൂടി ഇതൊക്കെ ഉണ്ട്? ഇല്ല, ഇത് ഒരു 5000-നകത്ത് വരും. മാക്സിമം എത്രയാ? മാക്സിമം നമുക്കൊരു 80,000. ആണോ? 80,000 നിന്റെ കല്യാണത്തിനാണോ വന്നത്? അത് ഞാൻ വേറെ വാങ്ങിച്ചു തരാം. നമുക്ക് കാണാലോ വെറുതെ. അതൊന്ന് കാണിക്കാം, എന്താന്ന് നോക്കാം. ചിലപ്പോ ചേച്ചിക്ക് എനിക്ക് വാങ്ങി തരാൻ തോന്നിയാലും. കല്യാണം ആവട്ടെ. അത് എന്താ ഇവിടെ വന്നിരുന്ന് ചോദിക്കട്ടെ കുറച്ച് കാര്യങ്ങള്. ആ ചേട്ടൻ എടുക്കട്ടെ. അല്ല മെഹർ, ഞാൻ കേട്ടല്ലോ നിനക്ക് നീ ഇപ്പൊ ബാബയുടെ ഇന്റർവ്യൂ ഭയങ്കര ബാക്ക് ടു ബാക്ക് ഭയങ്കര വ്യൂസ് അല്ലേ? എന്തൊരു ഇതുകൊണ്ട് ഇപ്പൊ നീ പ്രോഗ്രാമിന് നിങ്ങളെ കഴിഞ്ഞ നമ്മളൊരു ഡ്രസ് വാങ്ങാൻ വന്നതാണ്. അതല്ല, ഞാൻ അതിന്റെ കൂടെ ചോദിച്ചതേ ഉള്ളൂ. ഇതൊക്കെയാണോ 75 എന്ന് പറഞ്ഞേ? ഇതൊരു 80 വരും, 80,000 വരും. നമുക്ക് നിയർ അബൌട്ട് ഒരു 1 lakh വരെ ഉണ്ട് സാരീസ് ഒക്കെ. 1 lakhന്റെ ഒന്ന് കാണിക്കാലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്കെ വേറെ ഷെയ്ഡ്സ് ഉണ്ടോ? ഇതിന്റെ സെയിം വരത്തില്ല മേഡം, സെയിം വരില്ല. ഒരു സാരി ഒരു ഡിസൈൻ ഒരു കളറിലാണ് വരുന്നത്. പാറ്റേൺ മാറി കളർ മാറും. ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതിന്റെ ഒരു ഇതില് ചെയ്തു കൊടുക്കോ? പിന്നെന്താ, കസ്റ്റമൈസ് നമുക്ക് നിനക്കൊക്കെ പറ്റുന്ന 2700 ഉണ്ടല്ലോ. അങ്ങനെ ഒരു വർത്താനം നിനക്കൊക്കെ പറ്റുന്നെന്ന് പറയാൻ ഞാൻ റിച്ച് ആട്ടോ. എന്റെ ഡാഡി കുറച്ച് റിച്ചാന്ന് അറിയാലോ. ആണല്ലേ? ഇത് വില കൂടി സാരിയാ. മെസ്സി ആയിട്ട് ഓപ്പൺ ചെയ്ത് അവര് നല്ല നീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ഇപ്പം പറഞ്ഞത്, നിയർ അബൌട്ട് 1 lakh. 1 lakhന്റെ. ഇത് നല്ല ഫുൾ ബോഡിയിൽ ഫുൾ ഗോൾഡൻ വർക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. അല്ല, ഇപ്പൊ ഈ സാരി ഇപ്പൊ ഇവിടുന്ന് വാങ്ങിച്ചാൽ നിങ്ങൾ ഇതിന്റെ ബ്ലൗസ് ഇവിടുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തരും? പിന്നെ നമ്മൾ ഡിസൈനർ ഉണ്ട്, ഇവിടെ ബൂട്ടിക് സൗകര്യം ഉണ്ട്. അല്ല, അപ്പം ഇന്ന് തന്നെ എങ്ങനെ 1 or 2 hours-നുള്ളിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരുമോ? നമ്മൾ ഫാസ്റ്റ് സർവീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യും വേണമെങ്കിൽ. കസ്റ്റമറെ ഡിപെൻഡ് ചെയ്ത് ആവശ്യം ഞാൻ പറയാം, നമുക്ക് ഇവിടുന്ന് തന്നെ ഇത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ ഇവര് ബ്ലൗസ് റെഡിയാക്കി തരുമെങ്കിൽ നമുക്ക് സാരി ഇവിടെ നിന്ന് എടുത്തിട്ട് പോവാം. എന്നിട്ട് പോകുന്ന വഴിക്ക് ഏതെങ്കിലും സലോൺ കയറിയിട്ട് നമുക്ക് അങ്ങനെ നേരെ ഫംഗ്ഷൻ മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് ചെയ്യണം. നിനക്ക് മേക്കപ്പ് ചെയ്യണ്ടേ? നീ നാച്ചുറലി ഭയങ്കര ബ്യൂട്ടി ആണ്. ഒരു കെട്ട് ടണ്ണ് കണക്കിന് ഫേസിൽ ഇട്ടിട്ടുണ്ട്. ഒലിച്ചിങ്ങനെ നിൽക്കണ്ട്. ഇത് 1 lakhന്റെ ബഡ്ജറ്റ് ഒന്നും വേണ്ട ഏട്ടാ. എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു സാരി വേണം. ഇത് സാരി കൊള്ളാം, പക്ഷെ ഞങ്ങൾക്ക് ഇന്നൊരു ഫംഗ്ഷൻ പോകുമ്പോഴാണ്. മാക്സിമം ചോദിച്ചല്ലോ, അതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ. അല്ല, 1 lakhന്റെ സാരി ഇപ്പൊ എടുത്തോണ്ട് ഇന്നത്തെ പരിപാടിക്ക് പോകണ്ടല്ലോ. ചേച്ചി ഇത് ഒരു ഷോ ചെയ്യുന്ന അടുത്ത ഷോ കൊള്ളില്ലെങ്കിലും സാരി കാണാൻ വേണ്ടി ആരെങ്കിലും കാണും. നിന്റെ ഉദ്ദേശം എന്താ? എനിക്ക് മനസ്സിലായില്ലല്ലോ. നിന്റെ ഷോയ്ക്ക് മാത്രമേ ഉള്ളൂ. നിന്റെ ഷോയ്ക്ക് ഇപ്പൊ കുറെ മില്യൺ വ്യൂസ് ഉണ്ടല്ലോ അല്ലെ? വാവയുടെ കൂടെയുള്ള കുറെ ഷോപ്പ് ഇപ്പൊ വാവയുടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ല, ഇന്നത്തെ കല്യാണത്തിന് പോകുമ്പോ ഇങ്ങനെ വാവയോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? ആണല്ലേ? നിങ്ങൾ ഒരുമിച്ചായിരിക്കും എൻ്റർ ചെയ്യുന്നുണ്ടാവുക. ശരിക്കും ചോദിക്കട്ടെ, എന്തെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ യെല്ലോയ്ക്കൊക്കെ എന്താ ചേച്ചി വില? നല്ല കളർ കോമ്പിനേഷനാ.
യെല്ലോ 3500. 2500. എന്നാ നീ ഇതെടുത്തു. വേണ്ട, എനിക്ക് നിനക്ക് യെല്ലോ ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഇല്ല ചേച്ചി, എനിക്ക് മാക്സിമം പറഞ്ഞത് 4500. അപ്പൊ അതിന്ന് കുറച്ച ചേച്ചിക്ക് വിഷമാവില്ലേ? ചേച്ചി അറിയാണ്ട് എന്റെ വായിൽ വന്നു പോയത് എന്റെ കുട്ടിയെ. പ്ലെയിൻ ബ്ലൗസ് വരും കേട്ടോ, പ്ലെയിൻ ബ്ലൗസ്. അത് വേണ്ട, വേറെ നോക്കാം. അപ്പൊ മേഡം ചോദിച്ചില്ലായിരുന്നു എന്താന്നറിയോ, എന്റെ ഒരു കസിന്റെ കല്യാണം വരണ്ടേ, അപ്പൊ നെക്സ്റ്റ് മന്ത്. അപ്പൊ ഞാൻ വേണം അവരോട് പറയാലോ, ഈ റേഞ്ചിലുള്ള ഇത് നല്ല സാരിയാ. ഈ ഒരു ഏരിയയിലുള്ള എല്ലാ മനുഷ്യരും വരുന്ന സ്ഥലമാണ് സ്വപ്ന വെഡിങ്സ്. ആണോ? എനിക്ക് നിങ്ങക്ക് പുറത്തൊന്നും, എനിക്ക് ഇവിടെ അറിയാം, കൊറേ ദൂരെ നിന്നൊക്കെ ഇവിടെ ആൾക്കാർ വരും വാങ്ങാൻ അല്ലേ. ഞാൻ കൊറേ പേര് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ കസിൻസ് ഒക്കെ വന്നപ്പോഴൊക്കെ പറഞ്ഞു ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്നുള്ള നിങ്ങക്ക് ക്ലയൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് എന്നൊക്കെ. ഒരുപാട് ആൾക്കാർ വരും. നല്ല സാരിയാ. ഇതിന് 50-60 ആ റേഞ്ച് അല്ലേ? നല്ല സാരി, നല്ല ക്ലാസ് സാരി. ഇതുപോലത്തെ തന്നെ ഒരു സാരി എനിക്കും തരും, വെറുതെ വെച്ച് നോക്കാൻ. പിന്നെന്താ, എന്റെ സാരിയുടെ അഴകും കൂടെ കളയണം. സാരിയുടെ അഴകും കൂടെ കളയാനായിട്ട് ആർക്കാണ് സാരി വെച്ചത്? ആ സാരിയുടെ അഴകും കൂടെ പോകും. ഇതിന്റെ ഇവിടെ വെക്കണ സാധനം ഏതാ? എന്ത് വെക്കണ സാധനം? ഇങ്ങോട്ട് വെക്കണ സാധനം അതിനെന്താ പറയാന്നൊക്കെ അറിയോ? പേരൊന്നും എനിക്കറിയത്തില്ല. പേരിലൊക്കെ എന്തിരിക്കുന്നു ചേച്ചി? സാരിയുടെ ബോർഡർ എന്ന് പറയും, ബോർഡർ. അപ്പൊ ഇനി മുതൽ ഇനി നമ്മുടെ നിന്റെ ഫാമിലിയിലും പറയണം, നിന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ നിൽക്കുന്നില്ല. സ്വപ്ന വെഡിങ്സ് എരമല്ലൂർ. അതെ, ഇങ്ങോട്ടാണ് വരിക. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കുള്ള നിന്റെ ചുരിദാർ ഉണ്ട്, നിന്റെ റെഗുലർ സാധനം ചുരിദാർ. ലെഹങ്കയും കൂടെ നോക്കണം, ലെഹങ്ക സെക്ഷൻ എടുക്കാമോ? ലെഹങ്കയും ഇവിടെ തന്നെയല്ലേ? ഇതൊന്നും എനിക്ക് ഉടുത്തു നോക്കാം, ഇതൊന്നും മാറ്റി വെക്കാം. പിന്നെ കൂടെ പെട്ടെന്നൊന്നൊരു 25 റേഞ്ചിന്റെ കൂടെ കാണിക്കാമോ? ഓറഞ്ച് കളർ അല്ലെ നല്ല വേറെ എന്തെങ്കിലും? അവിടെ ഒരു ഓറഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്, അവിടെ ഒരു ഓറഞ്ച്. ഇതെന്താ? ഓറഞ്ച് വെറൈറ്റി ഡിസൈൻ ആണ്. ബേസ് വന്നിട്ട് ഗോൾഡൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കേ, പല്ലു പോർഷൻ ആണ് ഇത്. ബോഡിയിൽ ഫുൾ വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വന്നിട്ട് പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത്. സാരിയുടെ ബോഡി ഫുൾ വർക്ക് വരുമ്പോൾ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരും. ഇവിടെ ഇപ്പൊ നമ്മുടെ ബ്രൈഡിന്റെ ഒക്കെ വേണമെങ്കിൽ ബ്രൈഡിന്റെ സാരിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഗ്രൂമിന് പറ്റിയ ഷർട്ടും അവർക്ക് ജെന്റ്സിനുള്ള സെക്ഷൻ അങ്ങനെയുണ്ടോ? നിങ്ങൾ മാച്ച് ചെയ്തൊക്കെ സെയിം ചെയ്തു തരും? അതെ അതെ അതെ, മാച്ച് സാരിയുടെ രീതിയിൽ തന്നെ നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. മെൻസിന്റെ നല്ലൊരു സെക്ഷൻ ഉണ്ട്, നല്ല രീതിയിൽ വിപുലമായ ഒരു സെക്ഷൻ നമ്മൾ ആണല്ലേ? അതെ അതെ. അപ്പൊ വേണമെങ്കിൽ ഒരുമിച്ച് രണ്ടുപേർക്ക് മാച്ചിങ് പോലത്തെ കളറും ചെയ്ത് കിട്ടുമല്ലോ, എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ മേഡം ചോദിക്കുന്നത് ഐറ്റം അല്ല, മേഡത്തിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. കളർ ഓപ്ഷനിലായാലും ഏത് രീതിയിലായാലും. അപ്പൊ ഈവനിങ് ഫംഗ്ഷൻ വെയർ സാരീസും ഉണ്ടോ നിങ്ങളുടെ? റിസപ്ഷൻ സാരീസ് ഒക്കെ അതും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടെ നമുക്ക് എല്ലാം ഉണ്ട്. അപ്പൊ അത് നോക്കാം. ഇത് എടുക്കുന്നില്ലല്ലോ, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. ഇത് ഒന്നാമത് ചേച്ചി നല്ല തടി കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത് വലിയ പ്രിന്റും കൂടെ ആവുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര തടി തോന്നി ആണല്ലേ? ഓ, ഞാൻ പറയുന്നില്ലേ, അധികം നീ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ 2 കിലോ കൂടിയിട്ടുണ്ട്. ഓ, നീ എന്റെ കിലോ ഇന്നലെ ചെക്ക് ചെയ്തു? കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അത്രയ്ക്കുണ്ട് വിവരം. ഇവിടെയാണല്ലേ ഇവിടെയാണല്ലേ ഫാറ്റിലും. എന്റെ പൊന്നും മേഘ, നീ പ്രോഗ്രാമിലോ ചളു തന്നെയാ പറഞ്ഞോണ്ടിരിക്കട്ടെ. ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളമ്പല്ലേ പ്ലീസ്. ചേച്ചിയുടെ കൂടെ ഇരിക്കുന്നോണ്ട് പകർന്നു കിട്ടിയത്. ഈ കളർ ഓക്കെ ആണ്, പക്ഷെ ഞാനിപ്പോ ഗിഫ്റ്റ് കൊടുക്കാനാ നോക്കണേ. അവളുടെ ഫേവറേറ്റ് കളർ ഓറഞ്ചാ. അതാ ഞാൻ ഓറഞ്ചിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത്. ഒരു 25-30 റേഞ്ചിലുള്ള സാരി. ഇത്തിരി മാത്രം പൈസ ഉണ്ട് ചേച്ചിയുടെ അടുത്ത്. പിന്നെ ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാണില്ല, നല്ല നീറ്റ് ആയിട്ട് തന്നെ കൊടുക്കും കേട്ടോ. അല്ലാതെ ഇങ്ങനെ നിന്നെ പോലെ വെറുതെ ഫേക്ക് സാധനം വാങ്ങിയിട്ടൊന്നും കൊടുക്കില്ല. ഞാൻ നല്ല സാരി വാങ്ങാറുള്ളൂ. ഇതും കൊള്ളാം. കളർ ടിഷ്യൂലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒക്കെ ബ്ലൗസ് അപ്പൊ ബ്ലൗസ് പീസ് സെയിം കളർ തന്നെയായിരിക്കും അല്ലേ? നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസസും ഉണ്ടോ? റെഡിമെയ്ഡ് ബ്ലൗസസ് ഉണ്ട്. ഓക്കേ, റെഡിമെയ്ഡ് ബ്ലൗസും ഉണ്ട്. വേണമെങ്കിൽ ബ്ലൗസ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തും തരും. ഓക്കേ, നൈസ്. അപ്പൊ ഇതും ഒന്ന് എനിക്ക് ഉടുത്ത് നോക്കാം. ഏതൊക്കെ ഉടുക്കൂ? മറ്റേ ഓറഞ്ചും ഇന്ന് വൈകുന്നേരമാണ് പരിപാടി. ആ ഒരു ബോധമുള്ളത് വളരെ നല്ലതാണ്. 2 വീക്സ് ആയിട്ട് ഞാൻ ഷോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റില്ല. ഇതും മാറ്റി വെക്കാം. ഏതെങ്കിലും ഒരെണ്ണം ഉടുത്തൊന്ന് ഒഴിവാക്കാൻ പറ്റുമോ? അത് രണ്ടും ഇനി എനിക്കും വേണം ഒരു സാരി. എനിക്കും കൂടെ വേറെ ഏതാ ഉള്ളത്? നിങ്ങളുടെ 20യുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു റേഞ്ചിലുള്ള നല്ല ചട്നി കളർ. ഈ ഗ്രീൻ ഒന്ന് കാണിക്കാം, അല്ലെങ്കിൽ നല്ല ഗോൾഡൻ കളറോ ആന്റിക് ഫിനിഷോ അങ്ങനത്തെ എന്തെങ്കിലും. എനിക്ക്
ഇങ്ങനെ നോക്കുന്നുണ്ടോ? ഞാൻ ആ ഇത് colour കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഇത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഇത് കൊള്ളായിരിക്കും. ഇത് ഫിഷ് സ്കെയില് പോലെ ഉണ്ട്, ഐസ് പിടിച്ച പോലെയല്ലേ? ബോഡി ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. അത് മെറൂൺ പല്ലു, അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വന്നിട്ട് സിൽവറിന്റെ വർക്ക് വന്നിട്ടുണ്ട്. കളർ മെറൂൺ ബേസിലാണ് വന്നിരിക്കുന്നത്. ഇത് മേഡം പറഞ്ഞ റേഞ്ചിൽ വരുന്നതാണ്. ഇത് വേണ്ട, വേറെ കളർ കാണിക്കാമോ? കളർ ഇത് ഇങ്ങനെ അതാ ഒരു സ്കെയിൽസ് ഡിസൈൻ ഒരു ഇത്. ഇങ്ങനെ നോക്കിയാലോ മേഡം? ഇതുപോലെ പുതിയ അപ്ഡേഷൻ ആണ് ടിഷ്യൂ സാരീസ്. അയ്യോ ഇതൊന്നും വേണ്ട എനിക്ക്. എനിക്ക് കൊടുക്കാനല്ലേ, അപ്പൊ ഇത് ഭയങ്കര ഇത്, അത് വേണ്ട. ചേച്ചി കുറച്ച് ഏജ്ഡ് അല്ലേ ചേട്ടാ? കുറച്ച് പ്രായമുള്ളവർക്ക് പറ്റി. നിനക്ക് എന്ത് സാരി വേണമെന്നല്ലേ ഞാൻ വാങ്ങി. എനിക്ക് സാരി വാങ്ങി തരണം. എന്താ ചേച്ചി? ഇന്ന് എപ്പോഴാ വാവ വരിക? പ്രോഗ്രാമിന് പോയി വാവ വന്നോളും. അല്ല എപ്പോഴാ വരിക? പറഞ്ഞിട്ട് എന്റെ കൂടെ വരികയാണോ വാവയുടെ കൂടെ പോവാണോ? ഇല്ല, നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്. ആണോ? എന്റെ കൂടെ തന്നെയാ ഒറ്റയ്ക്ക് പോയ ചേച്ചീനെ ആരും മൈൻഡ് വാവ ചെയ്തില്ലെങ്കിലും വന്നിരുന്നെങ്കിൽ കുറച്ചു നേരത്തേക്ക് എനിക്ക് ശല്യം ഒഴിവാക്കി കിട്ടിയത്. ഇത് വേണ്ട ഏട്ടാ, കുറച്ചും കൂടെ നല്ല ഗോൾഡൻ കളറോ ആന്റിക് ഷെയ്ഡോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കാണിക്കാമോ? അങ്ങേയറ്റത്തേക്ക് ഇരിക്കുന്ന സാരീസ് അതൊക്കെ എന്താ? അത് നമ്മുടെ ക്ലാസിക് കളക്ഷനകത്ത് വരുന്നത്. ഇപ്പൊ നമ്മുടെ പുതിയ ക്ലാസിക് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് സാരീസ് വന്നിട്ട് ക്ലാസിക് കളക്ഷൻ ഒന്ന് സാമ്പിൾ കാണിച്ചു മേഡത്തിന്. എന്താ ക്ലാസിക് കളക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ക്ലാസിക് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ടിഷ്യൂന്റെ സാരീസ് ആണ് മേഡം ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാരി ഇപ്പൊ വന്നിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു 2500 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഓ ഇതിനൊക്കെ? അതെ അതെ. അത് നമ്മൾ ആദ്യം കണ്ട പോലത്തെ അതൊക്കെ ഇപ്പൊ ക്ലാസിക് കളക്ഷൻസ് ആണ്. ക്ലാസിക് കളക്ഷൻസിന്റെ ആണ് ഇത്. ഓ അപ്പൊ ഇത് 2500 റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ മേഡത്തിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് ലൈറ്റ് വെയിറ്റ്. അതെ അതെ ലൈറ്റ് വെയിറ്റും ആണ്. നമ്മുടെ ബഡ്ജറ്റ് ഏതാണോ ആ ബഡ്ജറ്റ് അനുസരിച്ച് ഇതിനകത്ത് നമുക്ക് പ്രൊഡക്റ്റ് തരാൻ പറ്റും. അപ്പൊ ഇതിൽ കോൺട്രാസ്റ്റ് വരുമോ? കോൺട്രാസ്റ്റ് വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ ഏതെങ്കിലും നല്ല ഈ മറ്റേ നമ്മൾ മുമ്പേ കണ്ട 70-80 റേഞ്ചിലുള്ള സാരീസിന്റെ ഒരു റെപ്ലിക്ക പോലെ അല്ലേ? അതേപോലെ തന്നെ കാണുമ്പോൾ നല്ല റിച്ച് ലുക്ക് ഉണ്ടേനും. എന്നാ പ്രൈസ് ജസ്റ്റ് വൺ ടൈം ഒക്കെ ഇടാനുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല പ്രൈസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ നെക്സ്റ്റ് വരുന്നതാണ്. ഇതിപ്പോ 2500 ആണ്. ഇത് വന്നിട്ട് 3500 വരും. അപ്പൊ ഇതിൽ വരുമ്പോഴത്തേക്കും ഡിസൈനും പാറ്റേണും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ മേഡം ചോദിച്ച പോലെ തന്നെ കോൺട്രാസ്റ്റ് ആണ് ഇത് വരുന്നത്. ബോഡിയിൽ സെൽഫ് ഡിസൈൻസ് ആണ് വരുന്നത്. ബ്ലൗസ് വന്നിട്ട് കളർ ടിഷ്യൂ ആണ് ബ്ലൗസ്. എനിക്ക് ഫ്ലോറൽ ഡിസൈൻ വേണ്ട. നല്ലതൊന്നും ചേച്ചിക്ക് പറ്റത്തില്ല. നല്ലതൊന്നും പറയണ ചേച്ചിക്ക് പറ്റത്തില്ല. ചേച്ചി അല്ലെങ്കിൽ മറ്റേ അല്ലെങ്കിൽ പച്ചയും ചോമലയൊക്കെ എടുത്തോണ്ട്. അപ്പൊ നിന്റെ നല്ലതെന്ന് പറയണത് എന്താണ്? നല്ല സെലക്ഷൻ ആണെന്ന് എല്ലാരും പറയാറുണ്ട്. നമ്മുടെ പ്രൊഡ്യൂസർ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ എന്തെന്ന് പറയാ? എന്റെ സെലക്ഷൻ ആണ്, എന്റെ ഡ്രസ്സിങ് കണ്ട് പഠിക്കാൻ ചേച്ചി എന്റെ അടുത്ത് ഇടയ്ക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. എമ്മി ചേച്ചിനൊക്കെ ഒന്ന് ഉപദേശിക്കും. എമ്മി ചേച്ചി എപ്പോഴും ഒരു ചോമലയും മങ്ങിട്ടോണ്ട് വരും. ആണല്ലേ? ഇതിപ്പോ നിങ്ങൾ പുതിയതായിട്ട് ചെയ്തിരിക്കുന്നതാണോ? ഓക്കെ. ഇതാണ് ക്ലാസിക് കളക്ഷനിൽ. ഇതെല്ലാം വരുമ്പോ ഒരു 3-4 റേഞ്ചിൽ തന്നെ നിൽക്കും അല്ലേ? അതേ റേഞ്ചിലാണ് 3-4 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും കണ്ടാ ശരിക്കും കേട്ടോ നല്ല മറ്റേ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് സുഖമായിട്ട് അല്ലേ? എങ്ങനെയാണോ നമ്മുടെ ബഡ്ജറ്റ് അതേ ബഡ്ജറ്റ്. നല്ല ഇതൊരു പുതിയ ടൈപ്പ് അല്ലേ? ഓക്കെ. ഇനി ഇതൊന്ന് കാണിക്കോ? ഇതൊക്കെ ഈ റേഞ്ചിന്റെ തന്നെയാണോ? ഇത് കൊള്ളാലോ, പുതിയ ഡിസൈൻ. നമ്മുടെ ക്ലാസിക് കളക്ഷൻ വന്നിട്ട് ഇതൊരു നെറ്റ് ജൂട്ട് പോലുള്ള ഒരു ഇതാണ്. ഇത് കൊള്ളാലോ, നന്നായിട്ടുണ്ട്. മെഹർ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, നിന്നെ കളിയാക്കാൻ പറയുന്നതല്ല. നിനക്കൊക്കെ ആണെങ്കിലും ഈ പ്രൈസ് നമുക്കൊക്കെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യുന്ന റേഞ്ചാണ്. അപ്പൊ ഇതിന്റെ ലുക്കും കണ്ടോ? നല്ല ഭംഗിയുള്ള നല്ല റിച്ച് ലുക്കും ഉണ്ട്. നല്ലൊരു ഗ്രാൻഡ് ലുക്കാണ് സാധനം. ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റേതോ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് 3 ഉള്ളൂ, മറ്റേന് 80. എനിക്ക് ആ ഡിഫറൻസ് ഒന്നും അത്രയും ഇതാവുന്നും കൂടി ഇല്ല. അപ്പൊ നിനക്കൊക്കെ വേണമെങ്കിൽ സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അപ്പൊ വാങ്ങണമെങ്കിൽ ഇവിടെ തന്നെ വരണം, സ്വപ്ന വെഡിങ് ചെരമല്ലൂർ. പക്ഷെ ഇന്ന് ചേച്ചി എനിക്ക് വാങ്ങിത്തരണം. ഇന്ന് ഞാനൊക്കെ വാങ്ങിത്തരാം. പക്ഷെ വീട്ടിൽ കൊണ്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഇതാണ് രമ്യ ചേച്ചി എനിക്ക് വാങ്ങിച്ചു തന്ന എന്താണ് വെഡിങ്സിന്റെ പ്രൗഢ വിവാഹ. അതും കൂടെ പറഞ്ഞു. പ്രൗഢ വിവാഹിൽ നിന്ന് ഞാൻ നിനക്ക് വാങ്ങി തന്നു. ഞാൻ പറയും നമ്മൾ കണ്ടതിൽ ഇപ്പൊ നമ്മൾ നോക്കിയില്ലേ, ഈ നോക്കിയതിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുതിയ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം ഞാൻ വെച്ച് നോക്കിയോട്ടെ. ഇതിൽ വേറെ കളേഴ്സും വരുമോ? അതിന്റെ കളേഴ്സ് ഉണ്ടാവും. ആണോ? അപ്പൊ ഇനി നമ്മൾ സാരി എന്നുള്ള സ്വപ്നം കേട്ടല്ലോ മെഹർ, ഇവിടെ എത്തിക്കോളൂ. ഈ പ്രൈസ് റേഞ്ചിന് നമുക്ക് കിട്ടും. ഹായ്, ഇത് കൊള്ളാം. കൊള്ളാം അല്ലേ? ഒരു
ബർക്കത്തുണ്ട് ചേച്ചീനെ കാണാൻ ഇപ്പൊ. ആണല്ലേ, ഭംഗിയുണ്ട്. ഇത്ര നേരം ഇല്ലാത്തിരുന്നൊരു അതെ അതെ, എവിടെ നിന്നൊക്കെയോ ഒരു എന്നാൽ ഇപ്പോഴെങ്കിലും ഭംഗിയുണ്ടെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. സാരി ഉടുത്ത് കഴിഞ്ഞപ്പോഴെങ്കിലും ഭംഗി വന്ന്. ഇനി ഒന്ന് എടുത്തു നോക്ക്. ഇനി ഒന്ന് ഉടുത്തു നോക്കാം. ഇതൊന്ന് ഉടുത്തു നോക്കാം കേട്ടോ. ഇതിന്റെ പ്രൈസ് ഒന്ന് പറഞ്ഞേ. ഇതിന് 2000 എന്നല്ലേ പറഞ്ഞേ? അല്ല, ഇതിന്റെ പ്രൈസ് വന്നിട്ട് 16 ആണ്. പിന്നെ ഇതാ മറ്റേ ക്ലാസിക് കളക്ഷൻസിലുള്ളതെന്ന് പറഞ്ഞു. ക്ലാസിക് കളക്ഷനിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 2500 ആണ്. ഓക്കെ. അതിന്റെ മേളിലേക്ക് ഇപ്പൊ മേഡത്തിന്റെ ബഡ്ജറ്റ് ഏതാണോ ആ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് സാധനം കിട്ടും. ഓ ഓക്കെ. അതായത് 1 ലക്ഷം റുപ്പീസിന്റെ സാരിയുടെ ഒക്കെ ഇപ്പൊ ഇതേ മെത്തേഡിൽ ഇതിപ്പോ രണ്ട് കണ്ടോ, ഒരേ പാറ്റേൺ അല്ലേ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ റേറ്റ് വന്നിട്ട് 3200. ഓ ഇതിന്റെ റേറ്റ്. ഓക്കെ. 3000 വേണോ 16 വേണോന്നാണ്. പിന്നെ നമുക്ക് വേറെ വാങ്ങിക്കാലോ, ഇവിടെ എല്ലാം ഉണ്ടെന്ന്. ചുരിദാർ ഉണ്ട്, മറ്റേ വേറെ ലെഹങ്ക, മറ്റേ ടൈപ്പ് സെക്ഷൻസും വെസ്റ്റേൺ ഒക്കെ ഉണ്ടോ, ടോപ്സ് ഒക്കെ ഉണ്ടോ, ഇതേപോലെ ജീൻസിന്റെ. നമുക്ക് അതും കൂടി ഇവിടുന്ന് പെട്ടെന്ന് വാങ്ങിട്ട് പോവാം. അല്ല വേറെ, ഞാൻ വേറൊരു കാര്യം അതല്ല, ഈ വാവ ഇങ്ങനത്തെ കൊറേ വാവയുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അങ്ങനെ നീയും കഴിഞ്ഞ ദിവസം ഒരു റീൽ എടുത്തത് കണ്ടല്ലോ, അതേ സ്റ്റൈലില് സ്പീഡിൽ പറഞ്ഞു നോക്കി. അതാ ചോദിക്കുന്നത്, ചിലരൊക്കെ നിന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇങ്ങനെ പയ്യെ പറയാണ്ട് സ്പീഡിൽ പറഞ്ഞു നോക്കുക. അപ്പൊ സ്പീഡിൽ സംസാരിക്കണമെങ്കിൽ ശുദ്ധമായിട്ട് സംസാരിക്കാൻ അറിയാത്ത നീ അത് പറയുമ്പോൾ അതെങ്ങനെ ഇരിക്കും? ആരോ പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ കണ്ടു അത്. സാരി പറഞ്ഞില്ല, ഗ്രീൻ അല്ല, എനിക്കൊരു ആന്റിക് കളറോ ഗോൾഡൻ കളറോ. എന്തായാലും ആ സംഭവം കൊള്ളാട്ടാ. അതേപോലെ പറഞ്ഞ് നീ എന്തൊക്കെ കാണാൻ കിടക്കണം. അതെ, ഫുള്ളിപ്പോ വാവയുടെ ട്രെയിനിങ്. അതെ, ഓക്കെ ഓക്കെ. പ്ലെയിൻ ആണ് ബ്ലൗസ് വരുന്നത്. ഇതും കൊള്ളാം. പക്ഷെ ഇവിടുത്തെ എല്ലാ ഇതും കൊള്ളാം. ഒന്ന് ഇടുക്കൊന്ന് വേഗം. എന്നാ ഇതും ഒന്ന് എടുത്തു നോക്കാം കേട്ടാ, പെട്ടെന്നൊന്ന് ഡ്രൈപ്പ് ചെയ്ത് നോക്കാം. ഇതിനൊക്കെ ഏതാ പ്രൈസ്? ഇതിന്റെ പ്രൈസ് വന്നിട്ട് 13,670. ഓക്കെ. ഓറഞ്ച് ആണോ ആദ്യം എടുക്കണേ? ആദ്യം ഓറഞ്ച് എടുത്ത് നോക്കട്ടെ. അപ്പൊ അതോടെ അവർക്ക് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അത് പാക്ക് ചെയ്യാലോ. ചേച്ചി അവർക്ക് ഗിഫ്റ്റ് ചെയ്യാനല്ലേ കുറച്ചും കൂടെ നല്ലത്. ഒരു കാര്യം ചെയ്യ്, നീ അവൾക്ക് ലെഹങ്ക വാങ്ങിച്ചു കൊടുത്തോ. ഞാൻ അവൾക്ക് എന്തായാലും, എനിക്ക് ഇത്രയും നല്ല സാരി ഇവിടെ വന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇത് കാണാതെ വീണ്ടും ഞാൻ ലെഹങ്ക എപ്പോഴും എന്റെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് ലെഹങ്ക ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം വരുന്നുണ്ട്. നീ എന്നാ ലെഹങ്ക വാങ്ങിച്ചോ. എനിക്ക് ഇത്രയും നീ സ്വപ്ന വെഡിങ്സിൽ വന്നിട്ട് ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ സാരി കിട്ടിയിട്ട് ഞാൻ അത് വാങ്ങാതെ പോയാൽ ഞാനൊരു മണ്ടി ആവില്ലേ. ഞാൻ ഈ സാരി എന്തായാലും വാങ്ങിക്കണം. എനിക്ക് ആ പ്രൈസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്ന് ട്രൈപ്പ് ചെയ്ത് തരോ? എനിക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല വിലയുള്ള സാരിയാന്ന് തോന്നും. ഇനിയിപ്പോ ഇനി എന്തായാലും ഷൂട്ടിന്റെ സാധനം വാങ്ങുമ്പോൾ ഞാൻ സ്വപ്ന വെഡിങ്സിലേ വരുള്ളൂ. ചേച്ചി എന്തായാലും ഇത് ഉടുത്ത് നോക്ക്. ഞാൻ അവിടെ ഒന്ന് പോയിട്ട് നോക്കട്ടെ. അവിടെ ഞാൻ വേറൊരു സാരി നോക്കി വെച്ചിട്ടുണ്ട്. നീ അവിടെ അങ്ങോട്ടൊന്നും പോകണ്ട, നീ ഇനി ഇവിടെ തന്നെ നിൽക്കുക, എന്റെ കൂടെ നിൽക്കും. ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ്. അവിടെ ഞാൻ നിന്നെ പിന്നെ കാണാതെ പോട്ടോ. 2 മിനിറ്റിനുള്ളിൽ ഞാൻ വരും. ചേച്ചി ആദ്യം ഉടുക്ക്. നിങ്ങൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തരാമോ? അതപ്പോ ഓറഞ്ച് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാ. ഇനി എനിക്കൊരു സാരി അതൊന്നും എടുത്ത് കാണിച്ചു തരാം. നിനക്ക് കൊടുത്തു നോക്കണ്ടേ? ഞാൻ കുറച്ചു നേരം ഉടുക്കട്ടെ. നീ ഉടുക്കാൻ വരട്ടെ, എന്റെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഉടുക്കട്ടെ. ചേച്ചി എനിക്ക് ഉടുപ്പിച്ച. ചേച്ചി കുറച്ചു നേരം മാറി. ഇവിടെ 2 മിറർ ഉണ്ട്, നീ ആ മിററിൽ പൊക്കോ. ചേച്ചി ഒന്ന് എനിക്ക് ഇത് എനിക്കുള്ളതാ. എന്റെ പച്ച ഇവിടെ ക്രോക്സ് എടുത്തിട്ട് എങ്ങനെ സാരി ഉടുക്കാം? മെഹർ, നമ്മൾ ഇവിടുന്ന് നേരെ ഫംഗ്ഷന് പോവാൻ നിന്നാലേ ഞാൻ ഇതിപ്പം എന്റെ സാൻഡിൽ കിട്ടോണ്ട വന്ന് എനിക്ക് ഈ ചെറുപ്പിട്ടോണ്ടൊന്നും വൈകുന്നേരം ഫംഗ്ഷൻ വളയമാല ഉണ്ടോ സെയിം കളർ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് എത്രയാന്ന് പറഞ്ഞേ? അത്രേ ഉള്ളൂ. കൊള്ളാലോ. 3200 ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ സ്വപ്നയിൽ വന്ന ചേച്ചിക്ക് ഇഷ്ടമുള്ള ബഡ്ജറ്റിനനുസരിച്ച് കിട്ടൂന്ന്. ഈ പ്രൈസേ തോന്നിയില്ല. ഇത് നിങ്ങളുടെ പുതിയ ടൈപ്പാണോ? ഇതധികം കാണാത്ത ടൈപ്പ്. ഇത് ഞാൻ അവിടെ വാങ്ങിച്ചാലോ? എനിക്ക് അടുത്ത ആഴ്ച മറ്റേ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന ദിവസം അതിന് കൊടുക്കാനായിട്ട് നീ ഇതെടുത്താലോ? ഇതെടുത്തോ? ഭംഗിയില്ലേ? ചേച്ചി എപ്പോഴും എടുക്കുന്ന സാരിയിൽ നിന്നും സ്വപ്നയിലത്തെ സാരി എടുത്തപ്പോ കുറച്ചും കൂടെ ഭംഗിയുണ്ടോ? അതെ, ഭംഗിയുണ്ട്. അപ്പൊ ഇത് എടുക്കുന്നുണ്ടോ? ഇതൊന്നും എടുക്കട്ടെ. ഞാൻ നമ്മുടെ അടുത്ത ആഴ്ച നമ്മുടെ മറ്റേ ഗസ്റ്റ് വരുന്ന ഷൂട്ടിന് ഇടാൻ വേണ്ടിട്ടാ. അപ്പൊ ഇത് ഈ വിലയിലേ ഉള്ളൂ. പിന്നെ മറ്റേ ഓറഞ്ച് അല്ല, ഇന്ന് പരിപാടിക്ക് പോകുമ്പോ ഇടാനായിട്ട്. സോറി, മാറിപ്പോയി. അവർക്ക് എടുക്കാം. എടാ, ആ ഓറഞ്ച് ഗിഫ്റ്റ് കൊടുക്കാൻ ഇന്ന് വൈകുന്നേരം അവൾക്ക് കൊടുക്കാൻ. ഇത് ഞാൻ എന്റെ പരിപാടിക്ക് ഇടാനായിട്ട്, പ്രോഗ്രാമിന് ഇടാനായിട്ട്. ഇത് നല്ല സാരി, എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട 3000 ആണെന്നോ തോന്നുന്നില്ല. എനിക്ക് എന്തായാലും സൽവാർ നോക്കിയേ പറ്റുള്ളൂ. സൽവാർ നോക്കാൻ സൽവാർ ഇട്ടാണ്. നീ പോയിട്ട് സൽവാർ എന്താന്ന് വെച്ചാൽ പോയി നോക്കിട്ട് വാ. പോയി നോക്കിട്ട്, പക്ഷെ ഒരു 10 മിനിറ്റ്സ് അല്ലെ 15 മിനിറ്റ്സ് മാക്സിമം കേട്ടോ. നോക്കിട്ട് വരാം എന്തായാലും. ചേച്ചി വേഗം സാരി ഒക്കെ കൊടുത്ത് തീർക്ക്. ഈ മെഹർ എന്താണോ ഇങ്ങനെയൊക്കെ? ചില സമയത്ത് പറഞ്ഞനുസരിക്കില്ല. നമുക്ക് ലെഹങ്ക ഒന്ന് നോക്കാം.
ഞാൻ അത് ലെഹങ്ക വാങ്ങി കൊടുത്തില്ലെങ്കിൽ ഞാൻ അതും പറഞ്ഞ് വഴക്കിടും. എവിടെയാ ഇതൊക്കെ? ലെഹങ്കയാണോ? ഓ ബ്യൂട്ടിഫുൾ. ഈ ലെഹങ്കാസ് എല്ലാം ഏത് പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്? നമുക്ക് ലെഹങ്കാസ് സ്റ്റാർട്ടിങ് വരുന്നത് 2500 തൊട്ട് 31 സംതിങ് വരെയുള്ള ലെഹങ്കാസ് ഇപ്പൊ നമുക്ക് അതെല്ലാം ഇവിടെ തന്നെയാണോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്? എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഇതൊന്ന് കാണിക്കോ, ബ്ലൂ കളർ. ഇതൊക്കെ ഏത് പ്രൈസിൽ? അപ്പൊ ഹൈലി പ്രൈസ്ഡ് ആണോ? ഇതെല്ലാം ഒരു ബിലോ 20 ആ റേഞ്ചിലേക്കാണ് നമുക്ക് ഇപ്പൊ പാറ്റേൺസ്. ഈ ലെഹങ്ക ഇവിടെ എല്ലാം റെഡിമെയ്ഡ്സും ഉണ്ട്, അതെങ്കിൽ റെഡി ടു സ്റ്റിച്ചും ഉണ്ടോ? നമുക്ക് സെമി സ്റ്റിച്ചറും വരുന്നുണ്ട്, റെഡി ടു ആയിട്ട് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി റെഡിമെയ്ഡ് ഉണ്ട്. ഇത് റെഡിമെയ്ഡ് ആണോ? ഇത് സെമി സ്റ്റിച്ചഡ് ആണ്. ഇതാണ് ലെഹങ്ക ബ്യൂട്ടിഫുൾ. വരും. നമുക്ക് അതിന്റെ ഷോൾ വരുന്നതാണ് ഇത്. ആ മെഹർ എവിടെ പോയി? ഇത് എത്ര? 20 അല്ലേ? ബിലോ 20 ആ റേഞ്ചിലാണ് വരുന്നത്. ഇത് ഷോൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ ടോപ്പ് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ബ്ലൗസ് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യോ? നമുക്ക് ഓൾറെഡി ബുട്ടിക്ക് ഉണ്ട്, നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഇതില് ഫ്രണ്ട് പോർഷനും ബാക്കിലും വർക്ക് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ അതിന്റെ സ്ലീവിലേക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഈ ലെഹങ്കയ്ക്ക് ആണെങ്കിലും നിങ്ങൾ ഓൺലൈനിൽ തരുമോ? ഓൺലൈൻ എനിക്കറിയായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ലെഹങ്ക നോക്കൂന്ന്. ഇത് കണ്ടോ എന്ത് ഭംഗിയാന്ന്. നീ എന്തിനു ചുരിദാർന്ന് പറഞ്ഞ മേളിൽ കൂടി എന്ത് ഭംഗിയാ നോക്കിക്കേ. ബ്യൂട്ടിഫുൾ കളക്ഷൻ. അല്ല പോയിട്ട് എന്താ ചുരിദാർ കിട്ടിയോ? എനിക്ക് ചേച്ചി ഇല്ലാത്തോണ്ട് എനിക്ക് സെലക്ട് ചെയ്യാനൊരു സുഖമില്ല. പപ്പ പോയിട്ട് തിരിച്ചൊക്കെ വന്നു. വന്നു. ഞാനിവിടെ ലെഹങ്ക സമാധാനമായിട്ടൊന്ന് നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. എനിക്കിപ്പോ സംശയം. ഏത് കളർ ചേച്ചി? അല്ലെന്ന് ഞാനും വിചാരിക്കും, ഞാനും ലെഹങ്ക ഇട്ടാലോ, സാരിയിലോട്ട് ചാടിയാലോ? നല്ല കളറും. നോക്ക് ഈ ലെഹങ്കയുടെ സ്കേർട്ട് ഒന്ന് വെച്ച് നോക്കിയോട്ടെ. എന്ത് ഭംഗിയാ നോക്കിക്കേ. മേഡം ട്രയൽ ചെയ്യാനായിട്ട് ഇവിടേക്ക് കയറി വരാമോ? അങ്ങോട്ട് വരണോ? അങ്ങോട്ട് ഇങ്ങനെയാണോ? കേറാൻ പറ്റുമോ? പിടിക്കണോ? പോയായിരുന്നു. മെഡിക്കലേ പോയി. അല്ല ഞാൻ ഇങ്ങനെ കയറാൻ പാടില്ലേ? സൂക്ഷിച്ച് അല്ലല്ല ക്യാമറയില്. മെഹർ എന്ത് ഭംഗിയാ. ചേച്ചി 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. നമുക്ക് ലെഹങ്ക ഇട്ട് പോയാലോ? ലെഹങ്ക ഇട്ട് പോയാലോ? മൊഞ്ചത്തി രമ്യാവും. അല്ലേ? നല്ല ഭംഗിയായിട്ടുണ്ട്. എന്നെ നിനക്കുള്ള ലെഹങ്ക കൂടെ നോക്കിക്കോ. ഞാൻ എനിക്കിത് കുറെ ഇഷ്ടപ്പെട്ടു. ഓറഞ്ച് മതി ചേച്ചി. എനിക്ക് ഓറഞ്ച് കളർ. ഓറഞ്ച് കളറോ? ചേച്ചിയുടെ ഓറഞ്ച് സാരി കണ്ടപ്പോ തൊട്ട് എനിക്ക് ഓറഞ്ചിനോട് ഒരു ഓറഞ്ച് കളർ ഉണ്ടാവും ലെഹങ്ക. നമുക്ക് റെഡി ആയിട്ടുള്ള പാറ്റേൺ ഒന്ന് മേഡത്തിന് വേണ്ടി ട്രയൽ ചെയ്ത് നോക്കിയാലോ? റെഡിമെയ്ഡ് അല്ലേ? അതപ്പോ ഏത് സെക്ഷനിലാ? നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറിയ പാറ്റേൺ ഒന്ന് എടുക്കോ. എന്ത് ബ്യൂട്ടിഫുൾ ആയത്. ഓറഞ്ച് 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 എല്ലായിടത്തും ഓറഞ്ച്. ഇത്ര നാള് സ്വപ്നയില് വരാതിരുന്ന ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് വരുന്നൊരു പാറ്റേൺ. ഓറഞ്ച് നല്ല രസമുണ്ടല്ലോ ചേച്ചി. നോക്കിയേ, ഈ കളർ നിനക്കില്ലേ? ഇല്ല, ഈ കളർ എനിക്കില്ല. ഇത് കുറച്ചും കൂടെ ലൈറ്റ് കളർ എന്റെ കയ്യിലുള്ളത്. ഇത് റെഡിമെയ്ഡ് ആണോ? ഇതും കൊള്ളാം. എന്നാ ഇത് ചേച്ചിയുടെ ഇത് ഞാനിടാം. എനിക്കത് വേണ്ട. ഓറഞ്ചിലോട്ട് നോക്കണ്ട. ഓറഞ്ച് ഇഷ്ടായി. തരത്തില്ല. ഇതിനൊക്കെ എത്ര റേഞ്ച് വരാ? ഇതൊരു ബിലോ 20 ആ റേഞ്ചിൽ തന്നെ. ഇത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. നമ്മൾ തന്നെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നുണ്ട്. അപ്പൊ റെഡിമെയ്ഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് പ്രൈസിലാ? അത് നമുക്കൊരു നോർമലി 10 to ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു പാറ്റേൺ നമ്മളിപ്പോ കസ്റ്റമൈസ്ഡ് ചെയ്തേക്കുന്ന ഒരു 20 ആ റേഞ്ചിലേക്കാണ് വരുന്നത്. എന്നാ നീ റെഡിമെയ്ഡ് നോക്ക്. അപ്പൊ നിനക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇനി സ്റ്റിച്ച് ചെയ്യാൻ ടൈം പോവില്ലല്ലോ. ഇതല്ലേ നല്ല രസമുണ്ടല്ലേ? അല്ല വേറെ ഏതാ ഉള്ളതെന്ന് കൂടെ നോക്കണോ? വേറെ ഇതിന്റെ ഈ ഇരിക്കുന്ന സെക്ഷൻ മെറ്റീരിയൽ ആണല്ലേ? സെമി സ്റ്റിച്ചർ ആണ്. ഓക്കേ, ഇതെല്ലാം ബ്യൂട്ടിഫുൾ കളക്ഷൻസ്. എന്നാ അത് നീ ഇട്ട് നോക്ക്. എനിക്ക് അതിന് റെഡ് ഒന്ന് വെച്ച് നോക്കാം. ഏത്? ആ റെഡ് നല്ല രസമുണ്ട്. അത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തരുമോ? ഇനി ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സമയം എടുക്കും. എന്റെ ബ്ലൗസ് എന്തായാലും സ്റ്റിച്ച് ചെയ്യണം. അതിന്റെ മെഷർമെന്റ് കൊടുക്കട്ടെ. അത് കൊടുക്കുന്ന ആ സമയം കൊണ്ട് ഇത് സ്റ്റിച്ച് ചെയ്യാലോ. അതൊക്കെ കിട്ടും ഇത്ര പെട്ടെന്ന്. ഇതൊന്ന് വെച്ച് തരുമോ? ഇവിടേക്ക് നിൽക്കാം. ഓക്കെ, ഇതാണ് സ്കേർട്ട് പോർഷൻ. ഓക്കെ, ആ ഷോളോടെ തരാം. ഈ ഷോൾ നമുക്ക് അതിനൊക്കെ ഓൾറെഡി ഇടാം. ഇത് മാറ്റണോ? എങ്ങനെയുണ്ട്? ഇത് വേണ്ട, ഓറഞ്ച് മതി. ഓറഞ്ച് മതി. ഒരു മിനിറ്റ്, ആ ഷോൾ ഒന്ന് മാറ്റാമോ? മാറ്റാലോ. വെക്കണ്ട മെഹർ, നല്ല ഭംഗിയുണ്ട്. ആണോ? നീ അതങ്ങ് എടുത്തോ ചേച്ചി. നീ ഇട്ടിട്ട് ആ ഡ്രസ്സിന്റെ ഭംഗി കുറച്ച് കുറയാൻ നിക്കണ്ട. അത് ഇങ്ങനെ കാണുമ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു
പ്രായം കൂടിയവരെ തല്ലിന്നുള്ള പേരും കൂടെ എനിക്ക് ഇനിയിപ്പോ വരാനുള്ളൂ. അല്ലെന്നെ അങ്ങനെ ഒരു പേരും കൂടെ നിന്റെ ടാഗ് ലൈനിൽ ഇല്ല, വരട്ടെ. പക്ഷെ ചേച്ചിയുടെ ഇന്റർവ്യൂസ് കണ്ടാണ് ഞാനാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് എല്ലാം പഠിക്കുന്നത്. ഇതെന്താ ചെയ്യാൻ skate പോവാ? ഇടുന്ന പോലെ ഇതെന്താ? ഇടാമോ? മീൻ ആ പിടിക്കാനൊക്കെ skate ഒന്ന് wear ചെയ്യാൻ ഓരോ വേണ്ടിയിട്ടാണ്. skirt ഇട്ടിട്ട് ഇതെന്താ ചെയ്യാ? Just ഒന്ന് skate ഇടുന്ന പോലെ ഇട്ടു. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ? അത് സ്കേറ്റിന് റൗണ്ട് കിട്ടാൻ വേണ്ടിട്ട്. ആ അവൾക്ക് ഇല്ലല്ലോ ഷേപ്പ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട്. ആ അപ്പൊ ആൾക്കാർക്ക് ഷേപ്പ് ഇല്ലല്ലോ സ്വപ്ന വെഡിങ്. കല്ലുണ്ടോ ഇവിടെ? കല്ലെടുത്തറിയാൻ കല്ല് ഞാനറിയും. ഞാനൊരു കൗണ്ടർ പറഞ്ഞു എന്ന് മാത്രം. ഹായ്, ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സിൽ നോക്ക്, ഞാൻ അല്ലേ കുറച്ചുകൂടെ സുന്ദരി. ഈ ഡ്രസ്സിൽ നിന്നെക്കാട്ടിലും എന്തായാലും ഭംഗി എന്റെ ഈ സാരി എടുത്ത് ഞാൻ ചേച്ചിക്ക് നിൽക്കുമ്പോഴാ. നോക്ക് എന്റെ സാരി നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി. സാരി ആയതുള്ള ഭംഗി മാത്രമേ ഉള്ളൂ ചേച്ചി. നിനക്ക് ഞാൻ ഓൾറെഡി ബ്യൂട്ടിഫുൾ ആണ്, അതിന്റെ കൂടെ ഈ ഇവിടുത്തെ ഡ്രസ് ആയപ്പോ ഭയങ്കര ഭംഗി. അങ്ങനെ സ്വപ്ന വെഡിങ്സിലെ ഈ ബ്യൂട്ടിഫുൾ ഷോപ്പിംഗ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോവാണ്. അപ്പോ എന്താ ലിഫ്റ്റ് റെഡി, താഴെ ബില്ല് കൊടുക്കണ്ടേ? അപ്പോ പൈസ ഇല്ലേ? പൈസ ഒക്കെ ഉണ്ട്, അതൊക്കെ ബാഗ് താഴെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് സ്വപ്ന വെഡിങ്സ് എരമല്ലൂര് ഇത് ആദ്യമായിട്ടാണ് എത്തിയത്. ഈ ഒരു ഭാഗം വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഷോപ്പിംഗ് ഏരിയ ഭാഗം വിട്ട് കഴിഞ്ഞാൽ ഞാൻ അതിലേറെ ഹാപ്പിയാണ്. അതെ, ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു നിയോഗമായിരുന്നു. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്നിവിടെ എത്താൻ പറ്റി. വീണോ? ഇല്ല ഇവിടെ നോക്കി നടക്കണം. ഇല്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ എത്താൻ പറ്റി. എന്തായാലും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് മാത്രമല്ല, ഇവരുടെ സർവീസും വളരെ നല്ലൊരു സർവീസ് ആണ്. വളരെ പേഷ്യന്റോട് കൂടി ഞങ്ങൾ ഇതിനിടയിൽ കുറെ തമ്മിത്തല്ലി കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നു. പക്ഷെ എന്നാൽ പോലും വളരെ നല്ല സർവീസോട് കൂടി അവര് ഞങ്ങൾക്ക് എല്ലാം എടുത്തു തന്നു. എന്റെ ബ്ലൗസും ഒക്കെ കണ്ടില്ലേ, ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് എല്ലാം റെഡിയാക്കി എല്ലാം അവർ ചെയ്തു തന്നു. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇല്ലാണ്ടൊരു ദിവസം വന്നിട്ട് വേണം. കുറെ കാര്യം ഇവിടെ ഡെയിലി യൂസ് കുർത്തീസ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ഷൂട്ടൊക്കെ ഇല്ലാത്ത ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് എത്തി. ഇവിടെ ഞങ്ങൾക്ക് കാര്യമായിട്ട് നമ്മുടെ ഷൂട്ടിങ്ങിനുള്ള കുറെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാനുണ്ട്. അപ്പൊ ഇനി ഞാൻ ഇവിടെ ബില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിലേക്ക് പോവാണ്. അപ്പൊ ഹാപ്പി ഷോപ്പിങ്ങിനായിട്ട് എരമല്ലൂരുള്ള സ്വപ്ന വെഡിങ്സ്. അപ്പോ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രൗഡ് വിവാഹയുടെ ഒരു ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. അതായത് എക്സ്ക്ലൂസീവ് ബ്രൈഡൽ കളക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലോർ തന്നെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങളുടെ പോക്കറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, അത് സാരിയിലായിക്കോട്ടെ, ചുരിദാറിലായിക്കോട്ടെ, ലെഹങ്കയിലായിക്കോട്ടെ, പിന്നെ മെൻസ് വെയറിലാണെങ്കിലും ഇതേപോലെ തന്നെ പ്രൗഡ് വിവാഹയുടെ തന്നെ ഒരു സെക്ഷൻ അവിടെയും ഉണ്ട് ഗ്രൂംസിന് വേണ്ടി. സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ സൽവാസ്, അങ്ങനെ ഒരുപാട് കുർത്തീസ്, അങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് സെക്കൻഡ് ഫ്ലോറിലും ഉണ്ട്. അങ്ങനെ മെൻസ് വിഷമിക്കണ്ട, നിങ്ങൾക്കുള്ള കളക്ഷൻസ് തേർഡ് ഫ്ലോറിൽ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കിഡ്സിനും തന്നെ അതിനും ഉണ്ട് ഒരു ഫ്ലോറും കാര്യങ്ങളും എല്ലാം. അപ്പൊ ഒരു കുടുംബമായിട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഷോപ്പിംഗ് ഹാപ്പി ഷോപ്പിംഗ് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് പോവാം. അപ്പൊ മറക്കണ്ട, നമ്മുടെ എരമല്ലൂർ സ്വപ്ന വെഡിങ്സ്.